എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാനില്ല. എങ്കിലും എൻ്റെ ആങ്ങള ഇന്ന് എന്നോട് പറഞ്ഞു, എടി ഉള്ളിത്തണ്ട് തോരൻ വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, കൊച്ചെ ഞാനെല്ലാം അരിഞ്ഞു തരാം, കൊച്ചു കറി വെച്ചോളാം എന്ന് പറഞ്ഞു. ചിലപ്പോൾ എനിക്ക് ഈ ഉപ്പും എരിവും പുളിയൊക്കെ ഇച്ചിരി കൂടുതലുള്ളത് എൻ്റെ അളവിനേക്കാളും കുറവും മതി എൻ്റെ സ്വന്തം വീട്ടിൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഉള്ളിത്തണ്ടിന് സബോളയും തേങ്ങയൊക്കെ ഞാൻ ചിരണ്ടി തരാം, കറി കൊച്ചു വെച്ചോളാം. അപ്പം എൻ്റെ ആങ്ങള എന്നോട് പറഞ്ഞു, എന്നാൽ നീ അതെല്ലാം ഒന്ന് റെഡിയാക്കിയേക്ക്, ഞാൻ പണിയില്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ വന്നിട്ട് ചെയ്തു തരാമെന്ന് പറയുന്നത്. എൻ്റെ ആങ്ങളെ അങ്ങനെയാണ്. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ അടുക്കളയിൽ കയറി പാചകം ഒന്നും ചെയ്യേണ്ട വരത്തില്ല. അമ്മയെ ആങ്ങളെയായിരിക്കും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് പാചകം അറിയത്തില്ലെന്നല്ല, കറി ഞാൻ ചിലപ്പോൾ വെക്കത്തില്ലെന്നേ ഉള്ളൂ. എല്ലാം അരിഞ്ഞ് എല്ലാം സഹായിച്ചൊക്കെ കൊടുക്കും. ഞാൻ തന്നെയുള്ളതിൽ ഞാൻ കറിയൊക്കെ വെക്കത്തുള്ളൂ. പിന്നെ എൻ്റെ അമ്മ ഇടയ്ക്ക് എന്നോട് പറയും, നീ ഒരു മടിച്ചിക്കോതയായിട്ട് വരുന്നുണ്ടെന്ന്. അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി എല്ലാ ജോലിയും ചെയ്യും, ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണ്. പൊതുവെ നമ്മൾ പെമ്മക്കൊക്കെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. അത് സ്വന്തം വീട്ടിൽ വരുമ്പോഴത്തേനും അവർക്ക് ജോലി ചെയ്യാൻ ഇച്ചിരി മടിയാണ്. അപ്പോൾ ഞാനങ്ങനെ മനസ്സാക്ഷിയില്ലാത്ത പെണ്ണൊന്നുമല്ല. എനിക്ക് എൻ്റെ അമ്മയുടെ അങ്ങനെ വിഷമങ്ങളൊക്കെ അറിയാം, അവരെ സഹായിക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് അതുപോലെ വൈകി മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒന്ന് ജോലി ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ ഞാൻ കഴിവത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ ജോലിയും ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ആങ്ങളെ വരുമ്പോഴത്തേനായിരിക്കും ഉള്ളിത്തണ്ട് തോരൻ വെക്കുന്നത്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഉള്ളിത്തണ്ട് തീയൽ വെച്ചായിരുന്നു. അതപ്പോൾ എൻ്റെ കൊച്ചിനൊക്കെ ഇഷ്ടപ്പെട്ടു. തോരൻ വെച്ച് ഞാൻ അങ്ങനെ കൂട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. എന്തായാലും ആങ്ങളെ വന്നിട്ടേ ഞാൻ വെക്കത്തുള്ളൂ, കറിയൊക്കെ വെക്കത്തുള്ളൂ. അങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലാണ്, ഒരാഴ്ചത്തേക്ക് വന്നതാണ്. അന്നേരം കൊച്ചിനിപ്പോൾ പരീക്ഷ അടുത്ത ആഴ്ചത്തേക്കുള്ളൂ. അപ്പോൾ 2-3 ദിവസം വീട്ടിൽ വന്ന് നിൽക്കാമെന്ന് കരുതി അങ്ങനെ വന്നതാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം ഭയങ്കര കുറവാണ്. ഈ പ്രാവശ്യം മഴയില്ലാത്തതുകൊണ്ടായിരിക്കും, ഈ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഉള്ള വെള്ളം കൂടെ അങ്ങ് പറ്റിപ്പോകും. അതുകൊണ്ട് വെള്ളമില്ലാത്തതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. കെട്ടിച്ച് വിട്ട വീട്ടിൽ തോടായതുകൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയത്തില്ല. ഇടയ്ക്ക് ഒന്ന് മോട്ടർ അടിക്കുമ്പം വെള്ളം കലങ്ങുമെന്നല്ലാതെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ ലാവിഷായിട്ടാണ് അവിടെ വെള്ളം ഉപയോഗിക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് പാത്രത്തിൽ അളന്നും എണ്ണയും തിട്ടപ്പെടുത്തിയൊക്കെ ഞങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത്. വെള്ളം അമൂല്യമാണെന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അമൂല്യമാണെന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത് എൻ്റെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ മാത്രമാണ്. പ്രത്യേകിച്ച് ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇത്രയും മാസം വരുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് ശരിക്കും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടറിയുന്നത്. പിന്നെ ഞങ്ങൾ മിക്കപ്പോഴും 10,000-2,000 രൂപയുടെ വെള്ളം അടിക്കും. അത് ഒരാഴ്ചയൊക്കെ കിണറ്റിലോട്ടാണ് അടിക്കുന്നത്, കാരണം അതിന് വലിയ പാത്രങ്ങളൊന്നും നമുക്കില്ലല്ലോ. അപ്പം ഞങ്ങളത് കിണറ്റിലോട്ടടിക്കും, ബാക്കിയുള്ള പാത്രങ്ങളിലെല്ലാം നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വെള്ളത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങളും കൂടെ വന്നു കഴിയുമ്പോൾ വെള്ളത്തിന് ഭയങ്കര. പിന്നെ അമ്മ തൊഴിലുറപ്പിന് പോയതുകൊണ്ട് അമ്മ എനിക്ക് ഉച്ചയാകുമ്പോഴേ വരത്തുള്ളൂ. സ്വന്തം മോള് ജോലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ രാവിലെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്ത്, എങ്കിലും ചെറിയൊക്കെ ജോലി ഞാൻ ചെയ്തു. ഇനി ഞങ്ങൾ 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ വീട്ടിലോട്ട് അങ്ങ് പോകും. ഗൈസ്, തോരൻ വെക്കാൻ വേണ്ടി എൻ്റെ ആങ്ങള നേടെ എത്തിയിരിക്കുകയാണ്. ഇത് പണിയില്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ ആങ്ങള വന്നു. ഇതെവിടെ പോയി കേട്ടില്ലെന്ന് തോന്നുന്നു. ആഹാ, എൻ്റെ അനിയൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഉള്ളിത്തണ്ട് തോരൻ വേണ്ട, കിഴങ്ങും വെണ്ടയ്ക്കായും കൂടെ മെഴുക്കുവരട്ടി വെച്ചോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട ഉള്ളിത്തണ്ട് എടുത്ത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് വീണ്ടും സബോളയും കിഴങ്ങും വെണ്ടയ്ക്കായും കൂടെ അരിഞ്ഞു കൊടുത്തു. അങ്ങനെ എൻ്റെ ആങ്ങള വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി മാങ്ങാച്ചാറും വെച്ചു, ഞാൻ ഉണക്കമീൻ കറിയും വെച്ചു. അങ്ങനെ ഉണക്കമീനും വെണ്ടയ്ക്കക്കറിയും അച്ചാറും കൂട്ടി ഞാനും അമ്മയും ആങ്ങളയും അനിമോളും ഉച്ചക്കത്തെ ഊണും കഴിച്ചു. അമ്മ ഊണ് കഴിഞ്ഞിട്ട് തൊഴിലുറപ്പിന് പോയി. ആങ്ങള ഊണൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനാണെന്ന് പറഞ്ഞ് മുറിയിലോട്ട് കയറി. മോളാണ്ട് അവിടെ ഇരുന്ന് സിപ്പപ്പ് കഴിക്കുന്നു. ഞാനിവിടെ ഇരുന്ന് ചൂട് കാരണം മുറിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ.